അഞ്ജലിയുടെ 5-ാം മാസത്തെ ചടങ്ങിന് എല്ലാവരും ഒരുങ്ങുന്നുണ്ട്. ശ്രുതിയും അശ്വിനും ആണെങ്കിൽ ഒരേ കളറ് സാരിയും ഷർട്ടും ഒക്കെ ആയിരിക്കും ധരിച്ചിരിക്കുക. ആകാശ് ഒരുക്കെല്ലാം കഴിഞ്ഞ് പ്രീതിയെ കാത്തു നിൽക്കുമായിരിക്കും. പ്രീതിയാണെങ്കിൽ അതിസുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട്. എന്റെ ഭാര്യ ഇന്ന് കുറച്ചധികം സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇന്നേ എന്റെ ചേച്ചിയുടെ 5-ാം മാസത്തെ ചടങ്ങാ. അപ്പൊ പിന്നെ ഞാൻ നല്ലപോലെ ഒരുങ്ങണ്ടേ? പിന്നെ നീ ഒരുങ്ങണം. എന്നാലേ എനിക്ക് തരാനുള്ളത് വേഗം തന്നിട്ട് പൊക്കോ. എന്ത് താ, എനിക്ക് ഒരു ഉമ്മ താ. അങ്ങനെ പ്രീതി ഉമ്മ കൊടുക്കുന്നുണ്ട്. കിട്ടിയ സന്തോഷത്തിലെ ആകാശ് പ്രീതിക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എന്ന് ആകാശ് പറയുന്നുണ്ട്. എന്തായാലും നീ എയർപോർട്ടിലോട്ട് പോയി തിരിച്ചു വന്നതിന് ശേഷം എന്നോടുള്ള സ്നേഹം ഒരുപാട് കൂടിയിട്ടുണ്ട്. നിനക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ശ്രുതി നിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? ആകാശിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അത് കേട്ടപ്പോ എനിക്ക് കൂടുതൽ ആകാശിനെ സ്നേഹിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ശ്രുതിയോട് മുന്നേ പറയേണ്ടതായിരുന്നു. മതി മതി കൊഞ്ചിയത്. വാ, നമുക്കേ അവിടെ ഒരുക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നൊരു കാര്യം, മറ്റുള്ളവരുടെ മുൻപിൽ ആകാശ് സാറ് എൻ്റെ അടുത്ത് അത്ര സ്നേഹത്തിലൊന്നും പെരുമാറണ്ട. നമ്മൾ തമ്മിലെ എപ്പോഴും അടിയാണെന്ന് കരുതിയാൽ മതി. നമ്മൾ തനിയുള്ള സമയത്ത് നമുക്ക് സ്നേഹിക്കാം. വാ, നമുക്ക് പോവാം. മറക്കണ്ട, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും നിൽക്കാൻ. അതൊക്കെ ഞാനേറ്റു, നീ വാ എന്നും പറഞ്ഞ് ആകാശും പ്രീതിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ചടങ്ങിനുള്ള പലഹാരങ്ങളെല്ലാം ഓരോരോ പാത്രത്തിലാക്കി വെക്കുന്നത് ആകാശും പ്രീതിയും ആയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ നോക്കിയും സംസാരിച്ചുമായിരിക്കും അതെല്ലാം ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് മനോരമയും ശ്യാമും വരുന്നുണ്ട്. ഇവരെ കാണുന്നതും ആകാശ് പ്രീതിയോട് വഴക്കിടാൻ തുടങ്ങുവാണ്. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിന്റെ അടുത്ത് ഞാൻ അത് എടുക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയോട് ദേഷ്യത്തിൽ സംസാരിക്കുക. ആകാശ് പ്രീതിയെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ മനോരമയുടെ മനസ്സിൽ ലെട്ട് പൊട്ടുന്നുണ്ട്. മനോരമ ശ്യാമിനോട് പറയുന്നുണ്ട്, എന്തായാലും ശ്യാമേ, ഇതൊക്കെ കാണുമ്പോഴാ എനിക്കൊരു സമാധാനം. എന്തായാലും ആകാശിന് പ്രീതിയോട് ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ല. പതിയെ പതിയെ ഉള്ള സ്നേഹവും ഞാൻ കളയും. അതിനുശേഷം പ്രീതിയെയും ആകാശിനെയും ഞാൻ ബന്ധം വേർപ്പെടുത്തും എന്നൊക്കെ ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടേക്ക് അശ്വിനും ശ്രുതിയും വരുന്നുണ്ട്. രണ്ടുപേരും മാച്ച് ആൻഡ് മാച്ച് ആയിട്ടായിരിക്കും ഡ്രസ്സൊക്കെ ധരിച്ചു കാണുക. ഇത് കാണുന്ന ശ്യാമിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുണ്ടായിരിക്കില്ല. ദേഷ്യത്തിലായിരിക്കും ശ്യാം നിൽക്കുന്നത്. ശ്യാമിന്റെ ഉദ്ദേശം അതായിരിക്കില്ല. എങ്ങനെയെങ്കിലും അഞ്ജലിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. സ്വന്തം കുഞ്ഞിനെ കളയാനാണ് ശ്യാമിന്റെ തീരുമാനം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ശ്യാം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ശ്രുതിയുടെ അച്ഛനും അമ്മയും അമ്മായിയും വരുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി ശ്രുതിയും പ്രീതിയും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ 2 ദിവസം മുൻപ് തന്നെ ഇങ്ങോട്ട് വരാനായിട്ട്, എന്നിട്ട് എന്താ വരാതിരുന്നേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. കുറച്ച് തിരക്കായിപ്പോയി. കുറച്ചധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. ഓ, പിന്നെ വലിയ കളക്ടറല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ മനോരമ പറയുന്നുണ്ടായിരിക്കും. മനോരമേ നിർത്ത്, നീ പറയുന്നതേ ഞാൻ കേട്ടു എന്ന് മോഹനൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നും പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. മനോരമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുമുണ്ട്. പിന്നീടായിട്ട് മുത്തശ്ശി പ്രീതിയോടും ശ്രുതിയോടും പറയുന്നുണ്ട്, സമയമായില്ലേ, എന്തായാലും അഞ്ജലിയെ വിളിക്ക് എന്നും പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞു വിടുന്നുണ്ട്. അഞ്ജലിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അഞ്ജലിയെ കാണുന്നതും എല്ലാവർക്കും ഒരുപാടങ്ങ് സന്തോഷാവുന്നുണ്ട്. ശ്രുതി അഞ്ജലിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് ചെറുതായി കുഞ്ഞു വയറൊക്കെ വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടായിരിക്കുക. അഞ്ജലിയെ അങ്ങനെ കസാരയിൽ കൊണ്ടിരുത്തുന്നുണ്ട്. രാമേട്ട, ഞാൻ ചേച്ചിക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താ രാമേട്ടൻ കൊണ്ടുവരാത്തെ? അത് കൊണ്ടുവയ്ക്ക്. അത് വേണം എൻ്റെ ചേച്ചിക്ക് ആദ്യം കൊടുക്കാനായിട്ട്. ആ കുഞ്ഞെ, ഞാൻ എടുത്തു വരാം എന്ന് രാമേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ പായസവും കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇത് നോക്കി നമ്മുടെ മനോരമയും ശ്യാമും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ പായസത്തിലായിരിക്കും വിഷം കലർത്തിയിരിക്കുക. ആരും കാണാതെ ശ്യാമ് ആ പായസത്തിൽ വിഷം കലർത്തി കാണും. അതിനുശേഷം മനോരമയുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. അമ്മായി, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ല, നീ ആ മരുന്നിൻ്റെ ബോട്ടിൽ എവിടേക്കാ ഇട്ടത്? അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് നിനക്കേ ആ ശ്രുതിയുടെ ബാഗിലിടായിരുന്നില്ലേ? അപ്പൊ പിന്നെ അവളെ കൂടുതൽ സംശയിക്കായിരുന്നല്ലോ. അതൊന്നും വേണ്ട, ഇത് തന്നെ ധാരാള. ഇതെന്തായാലും നടന്നു കഴിഞ്ഞാൽ ശ്രുതി ഈ വീടിന്റെ പടിക്ക് പുറത്താ, അതുറപ്പാ എന്നൊക്കെ ശ്യാം മനോരമയോട് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തിലാണ് ശ്യാമും മനോരമയും നിൽക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കൊല്ലാനാണ് അച്ഛൻ നോക്കുന്നത് എന്നൊരു മനസാക്ഷി പോലും നമ്മുടെ ശ്യാമിനുണ്ടായിരിക്കില്ല. ഇതൊന്നും അറിയാതെയാണ്
പാവം ശ്രുതി എല്ലാവരെയും മുൻപിൽ വെച്ച് പറഞ്ഞത് ഞാനുണ്ടാക്കിയ പായസം തന്നെ ചേച്ചിക്ക് ആദ്യം കൊടുക്കണോ എന്ന്. അതവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടായിട്ട് ശ്രുതിയുടെ അമ്മ അഞ്ജലിക്ക് കൊടുക്കാനായിട്ട് ഒരു സാരി കൊണ്ടുവന്ന് കാണും. സാരി പുറത്തോട്ടെടുത്ത് പ്രമീള പറയുന്നുണ്ട്, ഇത് ഞാന് അഞ്ജലിക്ക് വാങ്ങിച്ച സാരിയാ മോളെ, ഇത് വാങ്ങിക്ക്. ഇത് കാണുന്ന മനോരമ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഇത് എന്ത് സാരിയാ, ഇതിനൊക്കെ സാരി എന്ന് പറയാൻ പറ്റുമോ? അഞ്ജലി ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയുടെ വില കേട്ടാലേ നിങ്ങൾ ഞെട്ടും. അപ്പോഴാ റോഡ് സൈഡിൽ വെക്കുന്ന ഈ 1,500 രൂപ വില വരുന്ന ഈ സാരി എന്തിനു കൊള്ളാം. അഞ്ജലി ബേബി ആരാന്നാ നിങ്ങളെ കരുതിയത്? ഞങ്ങളുടെ രാജകുമാരിയാ. വേണമെങ്കിലേ അശ്വിന്റെ 10 തുണിക്കട അഞ്ജലി ബേബിയുടെ പേരിൽ എഴുതി വെക്കും. ഇതൊക്കെ പറഞ്ഞ് ആ സാരി എടുത്തങ്ങ് എറിയുന്നുണ്ട്. ആ സമയത്ത് അത് അശ്വിൻ പിടിക്കുന്നുണ്ട്. അമ്മായി എന്ത് പണിയാ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതിപ്പോ എത്ര വില കുറഞ്ഞ സാരിയാണെങ്കിലും അതൊരു ഗിഫ്റ്റാ. അമ്മായിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത്? പിന്നെ ശ്രുതിയുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനമ്മ തന്നെയാ. ഞാൻ അവരെ അതുപോലെ തന്നെയാ കാണുന്നത്. പിന്നെ ഈ സാരി അതെന്റെ ചേച്ചി ഉടുത്തിരിക്കും എന്നും പറഞ്ഞ് ആ സാരി അഞ്ജലിയുടെ കയ്യില് അശ്വിൻ കൊടുക്കുന്നുണ്ട്. അഞ്ജലി അത് വാങ്ങി സന്തോഷത്തില് അവിടെ വെക്കുവാണ്. പിന്നീടായിട്ട് അശ്വിന്റെ വക ഒരു നെക്ലേസ് കൊടുക്കുന്നുണ്ട്. എന്തിനാ കുഞ്ഞാ നീ ഇതൊക്കെ വാങ്ങിച്ചേ? ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇത് ചേച്ചിക്ക് എന്റെ സന്തോഷം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ഇത് ചേച്ചിയുടെ കഴുത്തിലിടണം. അങ്ങനെ ശ്രുതി അത് ഇട്ടു കൊടുക്കുന്നുണ്ട്. ആഹാ, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ അനിയന്റെയും ചേച്ചിയുടെയും സ്നേഹം എന്നും ജ്വലിച്ചു നിൽക്കട്ടെ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ആകാശ് വരുന്നുണ്ട്. ആകാശ് അഞ്ജലിക്കായി വാങ്ങിച്ചിരിക്കുന്നത് ബാംഗിൾസ് ആയിരിക്കും. 2 വളകളാണ് വാങ്ങിച്ചിരിക്കുക. അതും കയ്യിലിട്ട് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ മനോരമയ്ക്ക് അത്രയങ്ങ് പിടിക്കുന്നൊന്നുമില്ല. സ്വന്തം കയ്യിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മനോരമ. ചേച്ചി, ഞാനൊരു കാര്യം പറയാട്ടോ. ഇനിയിപ്പോ കുഞ്ഞുമാവ വന്നു കഴിഞ്ഞാലും ഞങ്ങളോടുള്ള സ്നേഹം കുറയരുത്. ചേച്ചിയുടെ മൂത്ത മകൻ ഏട്ടൻ, അത് കഴിഞ്ഞിട്ട് ഞാന്, പിന്നെ അത് കഴിഞ്ഞിട്ട് മതി ഇതാ കുഞ്ഞുമാവാട്ടോ എന്നൊക്കെ പറയാം. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, കേട്ടോ അഞ്ജലി, ഇപ്പൊ തന്നെ തുടങ്ങി 2 എണ്ണം കൂടെ. എനിക്കെൻ്റെ അശ്വിനെയും ആകാശിനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കെൻ്റെ കുഞ്ഞുമാവ അത് മതിയില്ലേ? നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഞാന് അവനെ സ്നേഹിക്കുള്ളൂ. ഇപ്പൊ സമാധാനായോ? ഓ, അത് മതി, അത് കേട്ടാ മതി എനിക്ക് എന്ന് ആകാശ് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും. മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എല്ലാവരും മധുരം കൊടുത്തോളൂ. ഇനിയിപ്പോ അതാണ് അടുത്ത ചടങ്ങ്. ആദ്യം തന്നെ മധുരത്തിൽ നിന്ന് തുടങ്ങാം. ഞാനുണ്ടാക്കിയ പായസം തന്നെ ആദ്യം ഏച്ച് കഴിക്ക് എന്നും പറഞ്ഞ് പായസം എടുത്ത് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി, കൊള്ളാവോ? നന്നായിട്ടുണ്ട് ശ്രുതി. അതിനുശേഷം പ്രീതിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും നല്ല സ്നേഹത്തോടു കൂടി പായസം കൊടുക്കുന്ന കാണുമ്പോൾ അഞ്ജലിയുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ ഇങ്ങനെ 2 അനിയന്മാരെ കിട്ടിയത്. അതുപോലെ തന്നെയാ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ അനിയന്മാരെ എങ്ങനെയാണോ എന്നെ ചേർത്ത് നിർത്തുന്നത് അതുപോലെ തന്നെ ചേർത്ത് നിർത്തുന്ന 2 നാത്തുമാരെ കിട്ടിയത്. നിങ്ങൾ എൻ്റെ കുഞ്ഞനിയത്തിമാരാ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് മനോരമയും ശ്യാമും നിൽക്കുന്നത്. എന്തായാലും ഈ പായസം കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞാല് കുഞ്ഞില്ലാതാവും എന്നോർത്താണ് അവരൊക്കെ സന്തോഷിച്ച് നിൽക്കുന്നത്. അങ്ങനെ മനോരമ പറയുന്നുണ്ട്, ശ്രുതി, ഇനി നിന്റെ സ്നേഹം കഴിഞ്ഞെങ്കിലേ ഞങ്ങളൊന്ന് സ്നേഹിക്കട്ടെ. ഞാൻ എൻ്റെ അഞ്ജലി ബേബിക്ക് കുറച്ച് മധുരം കൊടുക്കട്ടെ. അതിനെന്താ, അമ്മായി കൊടുത്തോളൂ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ മനോരമയും എല്ലാവരും മധുരം കൊടുക്കുന്നു. പിന്നീടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും ചെറുതായൊരു അസ്വസ്ഥത തോന്നുന്നത് അഞ്ജലിക്ക്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ ഒരുപാട് മധുരം കഴിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും അഞ്ജലിക്ക് ഇങ്ങനെ വയറ് വേദനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയും പ്രീതിയും ആകാശും അശ്വിനൊക്കെ ചെല്ലുന്നുണ്ട്. എന്താ ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഭയങ്കര വയറ് വേദനിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞാ, ഞാനിപ്പോൾ മരിച്ചു പോവും കുഞ്ഞാ, അത്രയ്ക്ക് വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി പൊട്ടിക്കരയുന്നുണ്ട്. അഞ്ജലിയെ എടുത്തുകൊണ്ട് ആകാശും അശ്വിനും കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. ഈ സമയത്ത് പൊട്ടിച്ചിരിച്ചാണ് നമ്മുടെ ശ്യാം നിൽക്കുന്നത്.